നമസ്കാരം. ഫുഡ് ടു കേരള ന്യൂസിലേക്ക് സ്വാഗതം. വിശ്വാസങ്ങൾ പലതാണെങ്കിലും നാം എല്ലാവരും സഹോദരങ്ങളാണ്. നിലവിലെ സാഹചര്യങ്ങളെ മുൻനിർത്തിയുള്ള മാർപ്പാപ്പയുടെ ഈ പ്രതികരണമാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന അതിഭീകരമായ നരനായാട്ടിനെ തുടർന്നാണ് മാർപ്പാപ്പയുടെ ഈ പ്രതികരണം. മതത്തെ മുൻനിർത്തി സംഘർഷത്തെ ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കിയത്. വ്യത്യസ്ത മതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ കൂടിയാണെങ്കിലും നാം എല്ലാവരും സഹോദരന്മാരാണെന്നും മാർപ്പാപ്പ പറഞ്ഞു. ഇന്തോനേഷ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി ജക്കാർത്തയിലെ ഇസ്തിഖാൽ പള്ളിയുടെ ഗ്രാൻഡ് ഇമാമുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പരാമർശം. നിലവിൽ മാനവികത നേരിടുന്ന വലിയ വെല്ലുവിളികൾ എന്നത് യുദ്ധവും സംഘർഷവും പരിസ്ഥിതി നാശവുമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഗാസയിലെ പാലസ്തീനികൾക്കെതിരെ ഇസ്രായേലി ഭരണകൂടം അതിക്രമങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇതിനു പുറമെ മതസൗഹാർദ്ദവും പരിസ്ഥിതി സംരക്ഷണവും സംബന്ധിച്ച പ്രഖ്യാപനത്തിൽ മാർപ്പാപ്പ ഗ്രാൻഡ് ഇമാമുമായി കരാർ ഒപ്പുവെക്കുകയും ചെയ്തു. ഇന്തോനേഷ്യയിലെ 6 മതങ്ങളുടെ പ്രാദേശിക നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയുമുണ്ടായി. ലോകത്തെ എല്ലാ തീർത്ഥാടകരും ദൈവത്തിലേക്കുള്ള പാതയിലേക്കാണെന്നും തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളിയിൽ സംസാരിക്കുന്നതിനിടെ അദ്ദേഹം പറഞ്ഞു. ആഗോളതലത്തിലെ പ്രതിസന്ധികളും സംഘർഷങ്ങളും അവസാനിപ്പിക്കുവാനുള്ള ശ്രമങ്ങളാണ് ഏഷ്യ പസഫിക് മേഖലയിലേക്കുള്ള സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തിയത്. സന്ദർശനത്തിന്റെ 2ാം ദിനത്തിൽ സ്ഥാനമൊഴിയുന്ന ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ജോക്കോ വിദോദോക്കൊപ്പം മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തുകയുമുണ്ടായി. എല്ലാ രാജ്യങ്ങൾക്കും ഇന്തോനേഷ്യ ഒരു മാതൃകയാണെന്ന് 5 കുട്ടികൾ ഉൾപ്പെടുന്ന രാജ്യത്തെ കുടുംബങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് മാർപ്പാപ്പ പറഞ്ഞു. ചില കുടുംബങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പകരം പൂച്ചയെയും നായയെയുമാണ് വളർത്താൻ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇതിനു മുമ്പ് കുഞ്ഞുങ്ങൾക്ക് പകരം വളർത്തുമൃഗങ്ങളെ പരിപാലിക്കുന്നതും വളർത്തുന്നതും ദമ്പതികളിലെ മനുഷ്യത്വം കുറയ്ക്കുമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിരുന്നു. നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി ഇന്തോനേഷ്യ ജീവിക്കണമെന്നും അദ്ദേഹം രാജ്യത്തെ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ചൊവ്വാഴ്ചയാണ് ഏഷ്യ പസഫിക് മേഖലയിലേക്കുള്ള മാർപ്പാപ്പയുടെ 11 ദിവസത്തെ സന്ദർശനം ആരംഭിച്ചത്. ഇസ്തിഖാൽ പള്ളിയുടെ സമീപത്തുള്ള കത്തോലിക്ക കത്തീഡ്രലുമായി ബന്ധിപ്പിക്കുന്ന 28 മീറ്റർ നീളമുള്ള തുരങ്കവും മാർപ്പാപ്പ സന്ദർശിച്ചു. പള്ളിയുടെ ഗ്രാൻഡ് ഇമാം നസ്രുദ്ദീൻ ഉമറുമായി സൗഹൃദ തുരങ്കത്തിന്റെ പ്രവേശന കവാടത്തിൽ ചേർന്ന് നിന്ന മാർപ്പാപ്പ വ്യത്യസ്തരായ മതവിശ്വാസികൾക്ക് എങ്ങനെ ഒരുമിച്ച് വേരുകൾ പങ്കിടാം എന്നതിന്റെ അടയാളമാണിതെന്നും അദ്ദേഹം പറഞ്ഞു.